അപ്പം എഴുതിക്കോളൂ ഒപ്റ്റിക്സ്, സബ് ഹെഡിങ് ഒപ്റ്റിക്സ് എന്ന് എഴുതാം. ഒപ്റ്റിക്സ് ഇതൊന്നും ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ബേസ് ആണ്. ഓക്കെ, അപ്പം എഴുതുക ഒപ്റ്റിക്സ് എന്ന് എഴുതുക. എന്നിട്ട് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് physics. It is a branch of physics which deals with sources, properties and effects of light. നമ്മൾ പഠിക്കുന്ന ഈ ബ്രാഞ്ച് ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ്. ഒപ്റ്റിക്സ് എന്നാണ് അത് ആ ബ്രാഞ്ചിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ ഒപ്റ്റിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് ലൈറ്റിനെ പറ്റിയാണ്. ലൈറ്റിൻ്റെ സോഴ്സ്, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ലൈറ്റിൻ്റെ എഫക്റ്റ്. അതായത് എവിടെ നിന്ന് ലൈറ്റുകൾ ഉണ്ടാകുന്നു, ആ ലൈറ്റുകൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലേ, എവിടെ ലൈറ്റുകൾ ഉണ്ടാകുന്നു, ആ ലൈറ്റിൻ്റെ സോഴ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ എഫക്റ്റ്, ആ ലൈറ്റിന് എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കൺസെപ്റ്റാണ് നമുക്ക് ആ ലൈറ്റിൽ നിന്ന് പഠിക്കാനൊക്കെ സാധിക്കുന്നത്. അതായത് ഇപ്പം റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ ഒപ്റ്റിക്സിനകത്ത് പഠിക്കും. ഒപ്റ്റിക്സ് രണ്ട് ബ്രാഞ്ചായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് റേ ഒപ്റ്റിക്സും ഒന്ന് വേവ് ഒപ്റ്റിക്സും. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത് റേ ഒപ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചതാണ്, ലൈറ്റിന് രണ്ട് നേച്ചർ പൊസസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യും, ലൈറ്റ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യും. പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടീസ് ആയിരുന്നു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതേപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ലൈറ്റിനകത്തെ പാർട്ടിക്കിൾസിനെ ഫോട്ടോൺസ് എന്നൊക്കെയാണ് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ഐൻസ്റ്റീന് മുമ്പ് ശരിക്കും ഹാൾവാച്ചും ലെനാർഡ് എന്ന് പറഞ്ഞൊക്കെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ പറ്റിയും ഫോട്ടോൺസിനെയൊക്കെ പറ്റി. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണ്ടുപിടിച്ച ആളാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് +1 കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു. അത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ട്. സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും സ്റ്റക്ക് ആവുന്നുണ്ടോ? ആരോൺ കേൾക്കാമോ? ആരോൺ, അഭിരാം, ഏബൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ. അനന്യ, ഏഞ്ചലീന, അനുഗ്രഹയ്ക്കൊക്കെ കേൾക്കാമോ? അർജുൻ കേൾക്കാം സർ. ഓക്കെ. എൽവീന, മേഘ, കരുണ, ലോവിസ്, നിമിഷ, ഷാരോൺ കേൾക്കാം സർ. ഓക്കെ. അനിക്ക, ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറാൻ പറ്റുമോ? അവിടത്തെ കുഴപ്പമായിരിക്കും. ഓക്കെ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മൾ പറഞ്ഞു ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും സോഴ്സിനെ പറ്റിയും എഫക്റ്റിനെയും പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റേ ഒപ്റ്റിക്സിനെ പറ്റിയാണ്. നമുക്കൊക്കെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോലെ തന്നെ ലൈറ്റിന് 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ 5 ക്യാരക്ടറിസ്റ്റിക്സിൽ 2 ക്യാരക്ടറിസ്റ്റിക്സ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കി 3 ക്യാരക്ടറിസ്റ്റിക് വേവ് നേച്ചർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പം ഞാനിവിടെ എഴുതുമ്പോൾ ബേസിക് എഴുതുന്ന സമയത്ത് അതങ്ങ് എഴുതി പോവാണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതുക, ഒപ്റ്റിക്സ് എന്ന് നടുക്കോട്ട് എഴുതിയിട്ട് ഒപ്റ്റിക്സ് എന്ന് നടുക്കോട്ട് എഴുതിയിട്ട് ഇങ്ങനെ 2 ആരോ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ റേ ഒപ്റ്റിക്സ് എന്ന് എഴുതാം, റേ ഒപ്റ്റിക്സ് എന്ന് എഴുതാം. ഇവിടെ വേവ് ഒപ്റ്റിക്സ് എന്ന് എഴുതാം. എന്നിട്ട് റേ ഒപ്റ്റിക്സ് ശരിക്കും പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസെപ്റ്റാണ്. വേവ് ഒപ്റ്റിക്സ് വേവ് നേച്ചറിനെ പറ്റി, അല്ലെങ്കിൽ വേവ് നേച്ചർ വെച്ചിട്ട് എഴുതുന്ന കൺസെപ്റ്റ്. വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്സ് എന്താണെന്നാണ് പറഞ്ഞത്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്.
ലൈറ്റിൻ്റെ സോഴ്സിനെ പറ്റിയും പ്രോപ്പർട്ടീസിനെ പറ്റിയും എഫക്റ്റിനെ പറ്റിയും പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒപ്റ്റിക്സിന് രണ്ട് ബ്രാഞ്ച് ഉണ്ട്, സബ് ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് റേ ഒപ്റ്റിക്സും ഒന്ന് വേവ് ഒപ്റ്റിക്സും. റേ ഒപ്റ്റിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ആ റേ ഒപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. വേവ് ഒപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ വേവ് നേച്ചർ വെച്ചിട്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം റേ ഒപ്റ്റിക്സിനകത്ത് പഠിക്കുന്ന രണ്ട് ലൈറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് റിഫ്ലക്ഷനും രണ്ട് റിഫ്രാക്ഷനുമാണ്. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൂന്ന് സ്വഭാവങ്ങളാണ്. ഒന്ന് ഇൻ്റർഫറൻസ് എന്ന് പറയും, ഇൻ്റർഫറൻസ്. രണ്ട് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നു. മൂന്ന് പോളറൈസേഷൻ എന്ന് പറയുന്നു. അതിൽ ഇത് മൂന്നും നമുക്ക് അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളതാണ്. ഇവിടെ ഇതിനെപ്പറ്റി തൊടുന്നില്ല, ബ്രാഞ്ചിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് റിഫ്ലക്ഷനെ പറ്റിയും റിഫ്രാക്ഷനെ പറ്റിയുമാണ്. ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പം ലൈറ്റ് വേവിൻ്റെ മിക്സിങ്ങിനെയാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ഷാർപ്പ് എഡ്ജിൽ തട്ടി ബെൻഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റിനെ കുറച്ചാണ് കണ്ണിലേക്ക് ലൈറ്റ് പതിക്കുന്നത്. അപ്പോൾ അത് ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. നമ്മുടെ ആ കൂളിംഗ് ഗ്ലാസിൻ്റെ ലെൻസ് എന്ന് പറയുന്നത് ഒരു പോളറോയിഡായിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റീനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അവിടെ പഠിക്കുന്ന സമയത്ത് അത് വേവ് കൺസെപ്റ്റാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ള റേ ഒപ്റ്റിക്സ് ആയതുകൊണ്ട് നമ്മൾ റേ ഒപ്റ്റിക്സ് എന്ന് വീണ്ടും സബ് ഹെഡിങ് എഴുതി, റേ ഒപ്റ്റിക്സ്. എന്നിട്ട് എഴുതുക, ഇറ്റ് ഡീൽസ് വിത്ത് ദ ജിയോമെട്രി ഓഫ് ലൈറ്റ്. ഇറ്റ് ഡീൽസ് with the geometry of light. Geometry of light. ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത നെക്സ്റ്റ് ലൈനിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ലൈറ്റ് always travels in a straight line. Light always travels in a straight line. നമുക്കറിയാം അല്ലേ? ആൻഡ് ഡയറക്ഷൻ ഇൻ വിച്ച് ഡയറക്ഷനെ DIR എന്ന് എഴുതുന്നത് ഡയറക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് പ്രൊപ്പഗേറ്റ് is called ray of light. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മുഖം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 16 വാട്ട്സിൻ്റെ ഒരു LED ട്യൂബ് എൻ്റെ മുകളിൽ ഇങ്ങനെ കത്തുന്നുണ്ട്. അതിൽ നിന്ന് ലൈറ്റ് റേസ് അതിൻ്റെ 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രിയിൽ എല്ലാ ഡയറക്ഷനിലോട്ടും പോകുന്നുണ്ട്. ആക്ച്വലി അതൊരു വേവ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പഠിക്കുന്ന സമയത്ത് അതിനൊരു സിംഗിൾ റേ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാകുക. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടോർച്ച് അടിക്കുവാണെങ്കിൽ, ടോർച്ചിൻ്റെ വെട്ടം അടിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ടോർച്ചിനെ വെട്ടം നമ്മൾ നോർമലി ഇങ്ങനെ വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. ഇതിങ്ങനെ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ലൈറ്റ് വേവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നമ്മൾ റിഫ്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് ഇത് ലക്ഷക്കണക്കിന് റേസ് ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് 1-2 റേ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. എന്നാലേ വേവ് ഒപ്റ്റിക്സ് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിനകത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനിയും അടുത്തത് നിങ്ങൾ എഴുതേണ്ട, നമ്മൾ ലൈറ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കാൻ പോവാണ്, റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് എന്ത് ഡെഫിനിഷൻ വേണേലും എഴുതാം, നിങ്ങൾക്ക് അറിയാവുന്ന ഡെഫിനിഷൻ എഴുതാം. ഞാനിപ്പം എൻ്റേതായിട്ടുള്ള 2 ഡെഫിനിഷൻ തരാം. അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് sending back of light rays when falls on a smooth surface of an object. ഒരു ഒബ്ജക്റ്റിലെ സ്മൂത്ത് സർഫസിൽ ഒരു ലൈറ്റ് റേ വന്ന് വീഴുവാണെങ്കിൽ അത് അതേ സെയിം മീഡിയത്തിലേക്ക് തന്നെ
സെൻഡ് ബാക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓർ വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വെൻ എ റേ ഓഫ് ലൈറ്റ് falls on a polished and shining surface of an object, then it is sent back to the same medium. രണ്ട് രീതിയിൽ എങ്ങനെയും ഒക്കെ നിങ്ങൾ ഇത് ഡിഫൈൻ ചെയ്താൽ മതി. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കത്തുമില്ല. എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ. നമുക്കറിയാം ഫിസിക്സിൽ എന്ത് നടക്കണമെങ്കിലും ഒരു നിയമാനുസൃതമായിട്ടാണ് നടക്കുന്നത്. ഫിസിക്സ് എന്നല്ല, നമ്മുടെ ഇവിടെ അറിയാലോ, നമ്മളിപ്പം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞ എല്ലാ നിയമങ്ങളും പാലിച്ചു വേണം ജീവിക്കാൻ. അത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പാലിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്, ഇല്ലേ? അതേപോലെ തന്നെ ഫിസിക്സിൽ എല്ലാ കാര്യങ്ങളും ഒരു നിയമാനുസൃതമായിട്ടാണ് നടക്കുന്നത്. അതിൽ റിഫ്ലക്ഷനും ഒരു നിയമം അനുസരിച്ചാണ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം അതിനകത്ത് ആദ്യത്തെ ലോ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചത് തന്നെയാണ്. ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയി. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് എഴുതാം. രണ്ടാമത്തേത് the incident ray reflected ray and normal lie on the same plane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേ ബൈ എ പ്ലെയിൻ മിറർ. ഞാൻ ഒരു കാര്യം പറയാം. റിഫ്ലക്ഷൻ നടക്കുന്നത് സ്മൂത്ത് സർഫസിൽ നിന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. സ്മൂത്ത് സർഫസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ ഇവിടെ ഉള്ള ബെഞ്ച്, ഈ ബെഞ്ചിൻ്റെ 2-3 ബെഞ്ചിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ മൈക്ക എന്ന് പറയുന്നൊരു മെറ്റീരിയൽ വെച്ചിട്ട് അത് ശരിക്കും തടിയുടെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഗ്ലോസി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതെന്താ, അത് ഈ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിവുള്ള സാധനമാണ്. കാരണം സ്മൂത്ത് സർഫസ് ആണ്. നമുക്ക് പഠിക്കാൻ അങ്ങനെയുള്ള കുറേ സ്മൂത്ത് സർഫസ്. ഇപ്പോൾ വണ്ടിയുടെ ബോണറ്റ് റിഫ്ലക്ഷൻ നടക്കുന്നതാണ്, സ്മൂത്ത് സർഫസ് ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള 2 സ്മൂത്ത് സർഫസിനെ പറ്റിയാണ്. ഒന്ന് പ്ലെയിൻ മിററും, 2 സ്പെരിക്കൽ മിററും. അപ്പോൾ സ്മൂത്ത് സർഫസ് പല ടൈപ്പ് ഉണ്ട്. പലയിടത്തും പല സ്മൂത്ത് സർഫസിലും എല്ലാ സ്മൂത്ത് സർഫസിലും റിഫ്ലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സ്മൂത്ത് സർഫസ് 2 എണ്ണമാണ്. ഒന്ന് പ്ലെയിൻ മിററും, ഒന്ന് സ്പെരിക്കൽ മിററുമാണ്. ഇതെല്ലാം നമ്മൾ 10ൽ പഠിച്ചാണ്. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം എഴുതുക റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേ ബൈ എ പ്ലെയിൻ മിറർ. Reflection of light ray by a plane mirror.
അതിനകത്ത് നമുക്കറിയാം ഒരു പ്ലെയിൻ മിറർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയോ? ജസ്റ്റ് ഒരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട്, ഇപ്പം നമുക്കറിയാം നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, ചെറിയ കണ്ണാടി നമുക്ക് കിട്ടത്തില്ലേ? ആ കണ്ണാടി പൊട്ടിച്ചിട്ട് ജസ്റ്റ് ആ ബാക്കിലൊന്ന് നിങ്ങളൊന്ന് ഒന്ന് ചുരണ്ടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ആ പുറകിലത്തെ പെയിന്റ് ഇളകി പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ ആ പുറകിലത്തെ പെയിന്റ് ഇളകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതൊരു പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ മിറർ എങ്ങനെ ഉണ്ടാക്കുന്നത്, പ്ലെയിൻ മിറർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ പുറകുവശം സിൽവർ കളർ പോളിഷ് ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഈ പ്ലെയിൻ മിററിന്റെ ഒരു ഭാഗം, അതായത് ഒരു ഭാഗത്തിൽ എന്ത് ചെയ്യും, ഇപ്പുറത്തെ ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ വരയ്ക്കുന്ന ഫിഗറിനകത്ത് അത് കാണാൻ പറ്റത്തില്ല, ആ ഭാഗത്ത് സിൽവർ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് എല്ലാം നമ്മളൊരു 2 ഡയമെൻഷണൽ വ്യൂ ആയിട്ടാണ് വരയ്ക്കുന്നത്, 3 ഡയമെൻഷണൽ ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഡയമെൻഷനിൽ ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മിററിനെ ഒരു വരയായിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ അതിൻ്റെ ഒരു സൈഡ് സിൽവേർഡ് പോളിഷ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു മുടിനാര് പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ലൈറ്റ് റേ വന്ന് വീഴണം. ലൈറ്റ് റേ ഒബ്ലീക്ക് ആയിട്ടായിരിക്കും വന്ന് വീഴുന്നത്. ഒബ്ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് അടുത്തിരിക്കുന്നതിൻ്റെ കോപ്പി അടിച്ച് എഴുതുന്നത് എങ്ങനെയാണ്? കോപ്പി അടിച്ച് എഴുതുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇങ്ങനെ, അതായത് കണ്ണ് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് കോപ്പി അടിച്ച് എഴുതുന്നത് അല്ലേ? ഇപ്പം ടീച്ചർ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തല ഇങ്ങനെ തിരിച്ചിങ്ങനെ നോക്കി എഴുതാനായിട്ട് മുതിരത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ണ് മാത്രം അങ്ങനെ പോകും, അതായത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനാണ് നോക്കുന്നത്. അതിനെയാണ് ഒബ്ലീക്കായിട്ട് വന്ന് ലൈറ്റ് റേ, അതുപോലെയാണ് ഒബ്ലീക്കായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേ പോകുന്നത്. അപ്പം ലൈറ്റ് റേ ഇങ്ങനെ ഒബ്ലീക്കായിട്ട് വന്ന് വീഴുകയാണ് തന്നെ ഇങ്ങനെ ചരിഞ്ഞ്. ഓക്കെ, അപ്പം നിങ്ങൾ നേരെ വീണാൽ റിഫ്ലക്ഷൻ നടക്കത്തില്ലെന്ന് ചോദിച്ചാൽ നേരെ വീണാൽ റിഫ്ലക്ഷൻ നടക്കും, പക്ഷെ നമുക്കത് മനസ്സിലാവത്തില്ല എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം അത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ലൈറ്റ് റേ വന്ന് വീണു. ഓക്കെ, ലൈറ്റ് റേ വന്ന് വീണു. അപ്പോൾ ലൈറ്റ് റേ വന്ന് വീണു. ഈ വന്ന് വീഴുന്ന ഈ ലൈറ്റ് റേനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ വന്ന് വീഴുന്ന ഈ പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നായിരിക്കും വിളിക്കുക. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നായിരിക്കും വിളിക്കുക. ഇൻസിഡൻസ് എന്നായിരിക്കും വിളിക്കുക. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് ഒത്തിരി പ്രസക്തിയുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ചെറിയ സാധനം അല്ലയോ? ഇതൊന്നുമില്ല. കാരണം നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നോർമൽ വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോർമൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നോർമൽ ഒരു ഇമാജിനറി ലൈനാണ്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് വേണം നോർമൽ വരയ്ക്കാൻ, ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഏത് സർഫസിലാണോ അത് വന്ന് വീഴുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടും വേണം നോർമൽ വരയ്ക്കാൻ. അതായത് ഇപ്പം ഈ സർഫസ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നും ഒരു നോർമൽ വരയ്ക്കണമെങ്കിൽ ആ നോർമൽ എങ്ങനെ ഇരിക്കും? ആ നോർമൽ ഇങ്ങനെ ഇരിക്കും, ഇല്ലേ? ഇങ്ങനെ ഇരിക്കും. നോർമൽ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ആയിട്ടാണ് വരയ്ക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, അല്ല അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നോർമൽ വരയ്ക്കേണ്ട രീതികൾ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർഫസ് ഇങ്ങനെ ആയിരിക്കുന്നത്, ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീണു, നിങ്ങൾ നോർമൽ എങ്ങനെ വരയ്ക്കും? ഇതായിരിക്കും പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പം നോർമൽ തന്നെ ഇങ്ങനെ വേണം വരയ്ക്കാൻ, മനസ്സിലായി? ഈ സർഫസ് ഇങ്ങനെ ഇരിക്കുകയാണ്, ലൈറ്റ് റേ തന്നെ ഇങ്ങനെ വന്ന് വീണു, ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പം നോർമൽ എങ്ങനെ വരയ്ക്കണം? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വരയ്ക്കുമ്പോൾ നോർമൽ ഇങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ എങ്ങനെയാണോ സർഫസ് ഇരിക്കുന്നത് അതിനനുസരിച്ച് വേണം നോർമൽ വരയ്ക്കാൻ. എവിടെ നിന്ന്? പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന്. അത് മനസ്സിലാക്കണം. കാരണം ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ സ്പെറിക്കൽ മിററൊക്കെ വരുന്ന സമയത്ത് ഈ നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ പോയി മുട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്താ സംഭവിക്കുന്നത്? എന്തായാലും നമുക്കറിയാം ഈ വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് റേയുടെയും ഈ നോർമലിൻ്റെയും ഇടയ്ക്ക് ഒരു ആംഗിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ വന്ന് വീഴുന്ന അതേ ആംഗിളിൽ തന്നെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ലോ ഓഫ് റിഫ്ലക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പം ആ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ, അതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. അതായത് ഇൻസിഡൻറ്റ് റേക്കും നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ? ഇത് വരയ്ക്കുക. ഇനി ഇതിൻ്റെ നേച്ചറാണ് പറയാൻ പോകുന്നത്. നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ. നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്
നിങ്ങൾ രാവിലെ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒരുങ്ങി എന്താണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് ഞാൻ മുടി ചെയ്യും, കണ്ണാടി നോക്കി ചെയ്യും, മോന്തയ്ക്ക് പൗഡർ ഇടും. ഞാൻ പൗഡർ എടുത്തൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം മുഖത്ത് എന്താണ് നമ്മൾ പുട്ടിയൊക്കെ ഇടുന്നു ഇല്ലേ, നമ്മൾ ഒരുങ്ങും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ റെഡി ആകത്തില്ലേ. അപ്പം മുഖത്ത് പുട്ടി ഇടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇമേജ് മിററിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത് ഇല്ലേ. മിററിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. വെർച്വൽ എന്ന് പറയുമ്പം സ്ക്രീനിൽ പതിയാത്ത ഇമേജുകളെയാണ് വെർച്വൽ ഇമേജ് എന്നും സ്ക്രീനിൽ പതിയുന്ന ഇമേജുകളെയാണ് റിയൽ ഇമേജ് എന്നും പറയുന്നത്. അതായത് നിങ്ങൾ നേരെ മറിച്ച് നിങ്ങളൊരു ഒരു ഒരു കോൺകേവ് മിറർ വെച്ചിട്ട് അതിനകത്ത് പോയിട്ടാണ് നിങ്ങളുടെ മുഖത്ത് പൗഡർ ഇടുന്നതെങ്കിൽ നിങ്ങളുടെ ഇമേജ് ആ മിററിനകത്തല്ലായിരിക്കും പതിയുന്നത്. പകരം നിങ്ങളുടെ പുറകിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡിലായിരിക്കും നിങ്ങളുടെ ഇമേജ് പതിയുന്നത്. മനസ്സിലായോ? അപ്പം അത് സ്ക്രീനിൽ പതിയുന്ന ഇമേജുകളാണ്. അതൊരിക്കലും എന്താണ്, അത് വെർച്വൽ എന്ന് പറയാൻ പറ്റത്തില്ല, റിയൽ ആണ്. മിററിൻ്റെ ഉള്ളിൽ ലെൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ ലെൻസിലെ വെർച്വൽ ഇമേജ് എന്ന് പറയുമ്പം ആ ലെൻസിൻ്റെ അകത്തൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുന്ന ഇമേജുകളെയാണ് എന്താണ് വെർച്വൽ ഇമേജ് ഇൻ കേസ് ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്ക്രീനിൽ ഫോം ചെയ്യാൻ പറ്റാത്ത ഇമേജുകൾ. ഒരിക്കലും നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് ഇമേജ് ഫോം ചെയ്യുന്നത് ആ മിററിൻ്റെ ഉള്ളിലാണ്, അല്ലാതെ ഒരു സ്ക്രീൻ വെച്ചാൽ സ്ക്രീനിലല്ല പതിപ്പിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ എക്സ്പീരിമെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, അതായത് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ രാവിലെ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് മുഖം നോക്കുമ്പോൾ നമ്മുടെ ഇമേജ് ആ മിററിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഇമേജിനെ വെർച്വൽ ഇമേജ് എന്ന് പറയും. 2, ഞാൻ മുഖത്ത് പൗഡർ ഇടുന്ന സമയത്ത് ഞാൻ നേരെ നോക്കിയാണ് മുഖത്ത് പൗഡർ ഇടുന്നത്, അല്ലാതെ താഴെ. അതായത് കോൺകേവ് മിററൊക്കെ വരുമ്പോഴത്തേക്ക് ഇമേജ് നേരെ തിരിയും. അതായത് സ്ക്രീനിൽ പതിയുന്ന ഇമേജുകളൊക്കെ തല തിരിഞ്ഞാണ് ഫോം ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ പരിപാടികൾ കാണിക്കുന്നതെങ്കിൽ ഒരു സ്ക്രീൻ വെച്ചിട്ട് ആ സ്ക്രീനിൽ എൻ്റെ ഇമേജ് തല തിരിഞ്ഞ് വരും. അതായത് മുഖം താഴെയും കാല് മുകളിലും വരും. ഓക്കെ, എന്നാൽ പ്ലെയിൻ മിററിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ തല ഒബ്ജക്റ്റ് ആയിട്ടുള്ള എൻ്റെ തല മുകളിലാണ്, ഇമേജിൻ്റെ തലയും മുകളിലാണ്, കാല് താഴെയാണ്, ഇമേജിൻ്റെ കാലും താഴെയാണ്. അപ്പം അത് ഇറക്റ്റ് ഇമേജ് എന്ന് പറയും. രണ്ടാമത്തെ ഫീച്ചർ, രണ്ടാമത്തെ നേച്ചർ. മൂന്നാമത്തേത് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അതായത് നമ്മൾ കണ്ണാടിക്കകത്ത് പോയിട്ട് റൈറ്റ് ഹാൻഡ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുന്നൊരു ഫീൽ ആയിരിക്കും കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എപ്പോഴും പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജ് ലാറ്ററലി ഇൻവേർട്ടഡാണ്. നേരത്തെ എന്ന് പറഞ്ഞു ഇറക്റ്റ് ഇമേജ് ആണെന്ന് പറഞ്ഞത് ഈ ഡയറക്ഷനിലാണ് ഇറക്റ്റ് ആവുന്നത്. അതായത് ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇറക്റ്റ് ആവുന്നത്. ഈ ഡയറക്ഷനിൽ ഇൻവേർട്ടഡ് ആവും. അതായത് നമ്മൾ പോയി റൈറ്റ് ഹാൻഡ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനിയും അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയായിരിക്കും ഇമേജിൻ്റെ അതേ സൈസ് തന്നെയായിരിക്കും ഒബ്ജക്റ്റിനും. 2, ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോയിന്റിൽ നിന്നും മിറർ വരെയുള്ള ദൂരവും മിറർ ഇരിക്കുന്ന പോയിന്റിൽ നിന്നും ഇമേജ് വരെയുള്ള ദൂരവും സെയിം ആയിരിക്കും. പക്ഷേ ആ ഇമേജ് ഡിസ്റ്റൻസ് ഒന്നും അളക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, പക്ഷെ അത് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ നേച്ചറായിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മറ്റേ ഈ ലാറ്ററൽ ഇൻവേർഷൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ആംബുലൻസിൻ്റെ പേര് തിരിച്ചായിരുന്നു എഴുതുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ നമ്മൾ റെയർ വ്യൂ മിററിനകത്തൂടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ റെയർ വ്യൂ മിററിനകത്തൂടെ നോക്കുന്ന സമയത്ത് അത് ഇൻവേർട്ടഡ് ആയിട്ട്, ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ട്, അതല്ലാതെ മറ്റേ ഈ ഡയറക്ഷനിൽ ഇൻവേർട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞത്, ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സാധനം തന്നെ ഇങ്ങനെ തിരിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് തന്നെ വായിക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരം കൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് ആംബുലൻസിനെ തിരിച്ചറിയുന്നത്? ഒരിക്കലും അല്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ആംബുലൻസിലല്ല, ആംബുലൻസ് എന്ന് നേരെ ചൊവ്വേ തന്നെയാണ് എഴുതുന്നത്. ആംബുലൻസിനെ മനസ്സിലാക്കുന്ന സൈറൻ കൊണ്ടും വെട്ടം കൊണ്ടും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ അതിലോട്ട് മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, അത് എമർജൻസി വെഹിക്കിൾ. ഇപ്പം നിങ്ങൾ ചോദിക്കും പോലീസ് വണ്ടിക്ക് ലൈറ്റ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതില്ലേ എമർജൻസി വെഹിക്കിൾ. എമർജൻസി സിറ്റുവേഷൻസിലാണ് അവർ സൈറനും അതേപോലെ തന്നെ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. അപ്പം അത് ആ നേച്ചർ നമുക്കൊന്ന് എഴുതാം. നേച്ചറിൽ ഒന്നാമത്തെ നേച്ചർ എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ആയിരിക്കും. അതെന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരാം. വെർച്വൽ ഇമേജ് ആയിരിക്കും. രണ്ടാമത്തെ നേച്ചർ എന്ന് പറയുന്നത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമേജ് സൈസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് സൈസ് ആയിരിക്കും. അടുത്തത് എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. കരുണയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? കരുണ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. യെസ് സർ. അടുത്തത് ടൈപ്സ് ഓഫ് ഇമേജ്. ടൈപ്സ് ഓഫ് ഇമേജ് എന്ന ഹെഡിങ് കൊടുക്കുക. ടൈപ്സ് ഓഫ് ഇമേജ് എന്ന ഹെഡിങ് കൊടുക്കുക. ടൈപ്സ് ഓഫ് ഇമേജ് നേരത്തെ പറഞ്ഞ തന്നെ റിയൽ ഇമേജും വെർച്വൽ ഇമേജും. അപ്പം ജസ്റ്റ് ഒരു വണ്ണെന്നോ അല്ലെങ്കിൽ ഒരു ഡോട്ടോ ഇട്ടിട്ട് റിയൽ ഇമേജ് എന്ന് എഴുതുക. ഇമേജ് ഒരു ഹൈഫൻ ഇടുക. എന്നിട്ട് എഴുതുക ഇമേജ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ. ഇമേജ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ. അടുത്തത് ഒരു ഡോട്ട് ഇട്ടിട്ട് വെർച്വൽ ഇമേജ് അത് എഴുതേണ്ടത് ഇമേജ് ദാറ്റ് cannot be seen on a screen. seen on a screen. അത് ഇമേജ് എന്ത് ചെയ്യത്തില്ല, ഇമേജ് സ്ക്രീനിൽ കാണത്തില്ല. പകരം മിററിന്റെ കേസിലാണെങ്കിൽ മിററിന്റെ ഉള്ളിലായിരിക്കും ഫോം ചെയ്യുന്നത്. ലെൻസിന്റെ കേസിലാണെങ്കിൽ ലെൻസിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നു പറയല്, ലെൻസിലൂടെ നോക്കുമ്പോൾ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. ബാക്കി ഏത് ഇമേജുകളാണ് ഇപ്പം ലെൻസിൽ തന്നെ ഇൻവേർട്ടഡും റിയലും ആയിട്ടുള്ള ഇമേജുകൾ ഉണ്ടാവാം. അത് സ്ക്രീനിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പതിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ക്രീനിൽ കൃത്യമായിട്ട് തെളിയും. അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള ഇമേജുകളാണ്. എന്നാൽ ലെൻസിൽ തന്നെ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്ന കേസുണ്ട്. എങ്ങനെയാണ്? അപ്പോൾ ലെൻസിൽ തന്നെ വെർച്വൽ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ ആ ഇമേജിനെ എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെൻസിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാലേ കാണത്തുള്ളൂ. നമ്മുടെ കൈനോട്ടക്കാർ കൈ നോക്കുന്ന കേസ് എന്താണെന്നറിയാമോ? അത് ഈ പറഞ്ഞ പോലെ ലെൻസിനകത്തൂടാണ് ആ ഇമേജ്. അതായത് നമ്മുടെ കൈ തന്നെയാണ് ഒബ്ജക്റ്റ്, കൈ തന്നെയാണ് ഇമേജ്. കൈയുടെ ഇമേജ് എൻലാർജ് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത്. അത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഉള്ള ഒരു കേസാണത്. അങ്ങനെയാണ് കൈനോട്ടക്കാരെ നമ്മുടെ കൈ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ലെൻസ് വെച്ചിട്ട് ഒരു ചെറിയ അക്ഷരങ്ങളൊക്കെ വായിച്ചു നോക്കുന്നതെല്ലാം ഈ പറഞ്ഞ കേസാണ്. അവിടെ ആ ലെൻസിനകത്തൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഇമേജ് കാണുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് പതിയില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. വെർച്വൽ ഇമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് മിററിനകത്താണ്. മിററിന്റെ കേസിലാണെങ്കിൽ മിററിന്റെ ഉള്ളിലായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ലെൻസ് ആണെങ്കിൽ ലെൻസിന്റെ കേസിലാണെങ്കിൽ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നതിനെ കാണണമെങ്കിൽ ലെൻസിന്റെ ഉള്ളിനകത്തൂടെ തന്നെ, ലെൻസിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് നോക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എഴുതേണ്ടത് വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ. ഒരു ക്വസ്റ്റ്യൻ പോലെ എഴുതിക്കോ. വാട്ട് ഹാപ്പൻസ് if a light ray falls normal to a reflecting surface. അതിൻ്റെ ആൻസർ, അതായത് ശരിക്കും അത് കൺസെപ്റ്റ് വരുന്നത് തന്നെ ഇങ്ങനെയാണ്. നമ്മൾ ഒരു പ്ലെയിൻ മിറർ എടുക്കുന്നു. ഈ പ്ലെയിൻ മിററിലോട്ട് കൃത്യം നോർമലി ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നു. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇതിന്റെ ഇൻസിഡന്റ് റേ അല്ലേ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഏതാണ്? പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഇതാണ് ആണല്ലോ. നോർമൽ എങ്ങനെ വരയ്ക്കും? നമ്മൾ പറഞ്ഞായിരുന്നു പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ആ സർഫസ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ വരയ്ക്കുന്നത്. അപ്പോൾ നോർമലും ഈ വന്ന ഇൻസിഡന്റ് റേയുടെ മണ്ടയ്ക്കൂടെ തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പം അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? നമ്മൾ പറഞ്ഞിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേയുടെ നോർമലിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ. അതിവിടെ എത്രയാണ്? രണ്ടും ഒരേ ഇതായതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ചിലർ 90 ഡിഗ്രി എന്ന് എഴുതി വെച്ചിട്ട് തെറ്റ് വാങ്ങും കേട്ടോ, ഓർത്തോണം. 90 ഡിഗ്രി അല്ല, 0 ആണ് ഇവിടെ. അപ്പോൾ ഉറപ്പായിട്ടും ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ ഇങ്ങനെ പോയാലേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 ആകത്തുള്ളൂ. ഇങ്ങനെ ഇവിടെ വന്ന് തട്ടിയിട്ട് ഇവിടെ ലൈറ്റ് റേ ഇവിടെ വന്ന് തട്ടിയിട്ട് തിരിച്ച് ഈ ഡയറക്ഷന് തിരിച്ചു പോകും. കണ്ടോ? ഇങ്ങനെ പോയാലേ പറ്റും.
അപ്പം അതിൻ്റെ ആൻസർ എഴുതേണ്ടത് ഇറ്റ് റീട്രേസസ് ഇറ്റ് പാത്ത്. ഇറ്റ് റീട്രേസസ് ഇറ്റ്സ് പാത്ത്. അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും അതിൻ്റെ റീസൺ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഇതൊന്നും ഡൗട്ട് വരാൻ സാധ്യതയില്ല. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചതും കൂടെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അടുത്തത് ഹെഡിങ് എഴുതുക, സ്പെരിക്കൽ മിറേഴ്സ്. സ്പെരിക്കൽ മിറേഴ്സ് മിറർ എന്ന് പറഞ്ഞാൽ എന്താ? എ റിഫ്ലക്റ്റിംഗ് സർഫസ് which is a part of a sphere. ഓക്കെ, ഈ സ്പെറിക്കൽ മിറർ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാന്നുള്ളത് അറിയാവോ? നിങ്ങൾ ഒരു ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ഒരു പ്ലെയിൻ ഗ്ലാസ് കൺസിഡർ ചെയ്യുക. അതായത് അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ഗ്ലാസ്. അതിൻ്റെ ഷേപ്പ് ഫുട്ബോൾ ആയിരിക്കണം. ഫുട്ബോൾ ഷേപ്പിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തോട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പ്ലെയിൻ ഗ്ലാസ്, ഫുട്ബോൾ പോലെ ഇരിക്കുന്ന പ്ലെയിൻ ഗ്ലാസ്. അപ്പം അത് ഞാൻ വരയ്ക്കൊന്നും വേണ്ടേ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. എനിക്ക് ഫുട്ബോളിനെ ഇങ്ങനെ 3 ഡയമെൻഷനായിട്ടൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല, എന്നാലും ഇത് ഫുട്ബോളാണെന്ന് കരുതിക്കും. ഓക്കെ, ഇതിനെ ഞാൻ എടുത്തിട്ട് ഇവിടം വെച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടം വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇല്ലേ? ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് സിൽവർ കളർ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ച് ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഭാഗത്താണ് നമ്മൾ സിൽവർ പോളിഷ് ചെയ്യുന്നതെങ്കിൽ റിഫ്ലക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കും. ഓക്കെ, അങ്ങനെ ഈ സ്പെരിക്കൽ മിററിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 2 മിററുകളാക്കി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺകേവ് കോൺവെക്സ് മിററുകൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്പെരിക്കൽ മിറർ നമ്മൾ ഇതുപോലെ 3 ഡയമെൻഷനൽ ആയിട്ടൊന്നും അല്ല വരയ്ക്കുന്നത്. മിറർ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ. ഇത് കോൺകേവും അതേപോലെ തന്നെ ഇത് കോൺവെക്സും ഇങ്ങനെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 2 ഡയമെൻഷനൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴോട്ട് എഴുതുക കോൺകേവ് മിറർ. 1 എന്ന് എഴുതിയിട്ട് കോൺകേവ് മിറർ, 1 എന്ന് എഴുതിയിട്ട് കോൺകേവ് മിറർ എന്ന് എഴുതുക. A mirror in which outer curved surface is silvered polished and reflection takes place from inner surface. അതാണ് കോൺകേവ് മിറർ. അതായത് പുറം ഭാഗം, അതായത് പുറത്തുള്ള കർവ്ഡ് ആയിട്ടുള്ള പോർഷൻ സിൽവേർഡ് പോളിഷും റിഫ്ലക്ഷൻ അകത്തുനിന്ന് നടക്കും. 2 കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ അത് എ മിറർ ഇൻ വിച്ച് inner surface is silvered
silvered, polished, and reflection takes place from outer curved surface, curved surface. ഇനി നമുക്ക് ആ രണ്ട് പടം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതായത് കോൺകേവും അതിൻ്റെ എല്ലാ പാർട്ടുകളും മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. കുറച്ച് ടേംസ് ഉണ്ട്, അതുമായിട്ട് അത് ജസ്റ്റ് ഇത് എഴുതി വിടുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാമല്ലോ, നമുക്ക് ബേസ്മെൻറ്റ് ഇട്ടാൽ മാത്രമേ മുകളിലോട്ട് കെട്ടി ഉയർത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു കോൺകേവ് മിററാണ് വരയ്ക്കുന്നത്. ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതിൻ്റെ കൃത്യം സെൻട്രലായിട്ട് ഒരു ഇമാജിനറി ലൈൻ പോകുന്നുണ്ട്. അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നു. ഓക്കെ, അത് ശരിക്കും ഈ മിറർ ഫോം ചെയ്തിരിക്കുന്നത് ഒരു സ്പിയറിൽ നിന്നാണല്ലോ. ആ സ്പിയറിന് ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്റർ തന്നെയാണ് ഈ മിററിൻ്റെയും സെൻറ്റർ. അതിനെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് എഴുതാം, ഇവിടെ നിൽക്കട്ടെ. ഇനിയും അതേപോലെ തന്നെ അവരുടെ ആ ഡിസ്റ്റൻസ്, അതായത് അതേപോലെ ഈ മിററിൻ്റെ മിഡ് പോയിന്റിനെ, ഇതാണ് മിററിൻ്റെ മിഡ് പോയിന്റ്, അതിനെ നമ്മൾ പോൾ എന്ന് വിളിക്കും. ഈ പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഈ ദൂരത്തിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എന്ന് വിളിക്കും. അത് സിമ്പിൾ ഇട്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. അതേപോലെ തന്നെ ഈ പോൾ തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിൻ്റെ കൃത്യം നടുക്കായിട്ടൊരു പോയിന്റ് ഉണ്ട്. അതിനെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നോ അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് എന്നോ അല്ലെങ്കിൽ സിംപ്ലി ഫോക്കസ് എന്നോ പറയും. ആ പോൾ തൊട്ട് ഫോക്കൽ പോയിന്റ് വരെയുള്ള ഈ ദൂരത്തിന് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയും, സ്മോൾ എഫ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് തന്നെയാണ് കോൺകേവിനും, അതും വരയ്ക്കേണ്ടതുണ്ട്. നോക്കിയോ, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. നോക്കിയോളൂ, അതിൻ്റെ ഇന്നർ സർഫസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, സിൽവർ പോളിഷ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്ഷൻ പുറത്തുനിന്ന് നടക്കും. പക്ഷേ ഇവിടെ കർവേച്ചർ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് സെൻറ്റർ വരേണ്ടത്. അപ്പം ഇവിടെ ആയിരിക്കും സെൻറ്റർ ഉണ്ടാവുക. ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതാണ് ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് എടുക്കുന്നത് ഇതിൻ്റെ ഇവിടെ ആയിരിക്കും. സെൻറ്റർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇതായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പം ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നതായിട്ട് ഇവിടെയും വരയ്ക്കാം, അവിടെയും വരയ്ക്കാമേ. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് റേ വന്ന് വീഴുവാണെങ്കിൽ, ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് വീഴുവാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് അതിനിങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. അത് നിയമങ്ങളൊക്കെ പിന്നെ പഠിക്കാം. തൽക്കാലം ഇങ്ങനെ വരച്ചിട്ടാൽ മതി. ഇങ്ങനെ പോകുന്നു, തന്നെ ഇങ്ങനെ പോകുന്നു. വരുന്ന വഴി ആരോ ഇട്ട് കാണിക്കുക. ഇത് രണ്ടെണ്ണം വരയ്ക്കാം. വലിയ ആഡംബരമൊന്നും വേണ്ട, ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് റഫായിട്ടൊന്ന് വരച്ചിട്ടാൽ മതി. പക്ഷേ നോട്ടിൻ്റെ താഴെ തന്നെ വരച്ചിടുക. ഹെഡിങ്, അടുത്ത ഹെഡിങ് എഴുതാം. ടേംസ് അസോസിയേറ്റഡ് വിത്ത് സ്പെരിക്കൽ മിറർ. ടേംസ് അസോസിയേറ്റഡ് വിത്ത് സ്പെരിക്കൽ മിറർ. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ടേമിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പോവാണ്. അത് ഒന്ന് എഴുതി ഇട്ടാൽ മതി, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എഴുതാം, ഓരോ ഡോട്ട് ഇട്ടിട്ട് അങ്ങ് എഴുതിയാൽ മതിയേ. ദ സെൻറ്റർ ഓഫ് sphere with which mirror forms a part. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, which mirror forms a part. which mirror forms a part. is called center of curvature.
അടുത്തത് ദ റേഡിയസ് ഓഫ് സ്പിയർ which mirror is a part is called radius of curvature. അടുത്തത് the midpoint of reflecting surface എന്ന് പറയുമ്പോൾ മിറർ, സ്ഫെറിക്കൽ മിറർ. midpoint of reflecting surface is called pole. The line joining pole and center of curvature is called principal axis. അതേപോലെ the diameter of reflecting surface of mirror is called aperture. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതേണ്ട ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു മിറർ വരയ്ക്കുകയാണെങ്കിൽ അതേണ്ട ഈ ഡിസ്റ്റൻസിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. അത് ഞാൻ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും കൂടെ ഒരുമിച്ച് എഴുതാമേ. രണ്ടായിട്ട് എഴുതണ്ട, ഒരുമിച്ച് അങ്ങ് എഴുതാം. അപ്പോൾ എഴുതിക്കോ the light rays coming parallel to principal axis after reflection from the mirror it meets at a point in case of a concave mirror or appears to diverge from a point in case of convex mirror. This point is called principal focus of a concave and convex mirror respectively. ആ രീതിയിൽ എഴുതിയിരിക്കുന്നത് കോൺവെക്സ് മിറർ റെസ്പെക്റ്റീവ്ലി. അടുത്തത് അതങ്ങ് എഴുതിക്കോ. അടുത്തത് ഇനി ഫോക്കൽ ലെങ്ത് കൂടെ ഉള്ളൂ.
അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് of spherical mirror is called focal length. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഡെറിവേഷൻസ് തുടങ്ങാം. ഇപ്പം നമുക്കൊരു സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ ചെറിയ ടോപ്പിക്കുകളുണ്ട്, അതുകൂടെ പഠിപ്പിച്ചു തരാം. അടുത്ത ചാപ്റ്റർ മുതൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഫസ്റ്റ് 1 2 പിന്നീട് അങ്ങോട്ട് ഡെറിവേഷൻ. ഇപ്പം ഈ റിഫ്ലക്ഷൻ ടോപ്പിക്കിനകത്ത് നമുക്ക് മെയിനായിട്ട് 2 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. റിഫ്രാക്ഷനകത്താണ് കൂടുതലുള്ളത്. 2 അല്ല, മൊത്തം 4 എണ്ണം ഉണ്ട്. അത് നമുക്ക് 2 എണ്ണമായിട്ട് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, മറ്റേത് നമുക്ക് ഡെറിവേഷനായിട്ട് പഠിക്കാതെ ഒരു കൺസെപ്റ്റായിട്ട് പഠിച്ചു പോകാം. ഡെറിവേഷൻ പറയുവാണെങ്കിൽ 4 ഡെറിവേഷൻ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം നോക്കി ഒരു കാര്യം കൊണ്ട് എഴുതിക്കോ. സൈൻ കൺവെൻഷൻ. ഇതും നിങ്ങൾ പഠിച്ചാണ് 10ാം ക്ലാസ്സിൽ. സൈൻ കൺവെൻഷൻ എന്താ പറയുന്നത്? നമ്മളിപ്പം റേ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം എന്താണ് പോസിറ്റീവും നെഗറ്റീവും, റൈറ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവുമാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവും, താഴോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എപ്പോഴും ഒബ്ജക്റ്റ് വെക്കുമ്പോൾ മിററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന രീതിയിൽ വേണം മിററിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതും അവിടെ ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു റഫായിട്ടൊരു ഇത് വരച്ചിട്ട്, ഇതൊരു കോൺകേവ് മിററാണ്. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, പോള് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ആരോ ഇട്ടാൽ മതി. ഇങ്ങോട്ടെടുക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം നെഗറ്റീവും, ഇങ്ങോട്ടെടുക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവും, മുകളിലോട്ടെടുക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവും, താഴോട്ടെടുക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം നെഗറ്റീവാണെന്നുള്ള കാര്യം ഈ ഫിഗറിനകത്ത് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. All distances are measured from pole. All distances are measured from pole. Distance to the left of pole is taken as negative, and towards the right of the pole is taken as positive. Heights measured above principal axis is taken as positive, and below are taken as negative.
ഒരു കാര്യം കൂടെ എഴുതുക. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവും കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പുറത്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ടാവും, ലെൻസ് വരുമ്പോഴും ഉണ്ടാവും. ഇത് തന്നെ നോക്കണം. അത് എന്തുകൊണ്ടാണ് ലോജിക്കലി ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ആരോ ഇട്ടിട്ട് തന്നെ എഴുതുക, ഒരു ആരോ ഇട്ടിട്ട് എഴുതുക. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ ഈസ് പോസിറ്റീവ്. അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് മിറർ ഈസ് നെഗറ്റീവ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട രണ്ട് സംഭവങ്ങളാണ് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ കോൺകേവ് വരയ്ക്കുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ഫോക്കസ് ഒക്കെ ഇതാണ്. അതിൻ്റെ ഫോക്കസ്, ഇത് ഫോക്കസും ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. ലെഫ്റ്റിലോട്ട് അളക്കുന്നത് പോളിൽ നിന്ന് അളക്കുന്ന സമയത്ത്, അപ്പോൾ ലെഫ്റ്റിലോട്ട് അളക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇവിടെ ലെഫ്റ്റിലോട്ട് അളക്കേണ്ടി വരും. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വരും. എന്നാൽ കോൺവെക്സ് വരുന്ന സമയത്ത് കർവേച്ചർ അങ്ങോട്ടായതുകൊണ്ട് ഫോക്കസ് അങ്ങോട്ടുള്ള ഫോക്കസ് ആയിരിക്കും എടുക്കുക. അല്ലെങ്കിൽ കർവേച്ചർ അങ്ങോട്ടുള്ള കർവേച്ചർ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറൊക്കെ അങ്ങോട്ടാണ് എടുക്കുന്നതെന്നുള്ളതുകൊണ്ട് റൈറ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം എന്താണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം.